നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാന്യരെ, കഴിഞ്ഞ 4 ദിവസമായി ഇടുക്കി ജില്ലയിൽ പാർട്ടിയുടെ ഒരു ക്യാമ്പ് നടന്നുകൊണ്ട് എറണാകുളത്തുണ്ടായതില്ല, പരിപാടി നടത്തിയില്ല. അത് ക്ഷമാപൂർവം വീണ്ടും തുടങ്ങാം. ബഹുമാന്യരെ, പ്രാദേശികമായിട്ടുള്ള 1-2 കാര്യം പറഞ്ഞിട്ട് നമുക്ക് വിഷയത്തിൽ കിടക്കാം. അത് മറ്റൊന്നുമില്ല, ട്രാഫിക് ബ്ലോക്ക്, ഗതാഗത തിരക്ക്, ഗതാഗത കുരുക്ക് ഇതൊക്കെ കേരളത്തിൽ സ്വാഭാവികമായിട്ടുള്ളതാണ്, പ്രത്യേകിച്ച് എറണാകുളം മേഖലയിൽ. അതിലൊന്നാണ് എടപ്പള്ളി ടോളിൽ നിന്ന് ജഡ്ജിമുക്ക് വഴി മുണ്ടമ്പാലത്തേക്ക് പോകുന്ന റോഡിൽ കാക്കനാട് വരുന്ന സീപോർട്ട് കാക്കനാട് നിന്ന് വരുന്ന HMDയിലേക്ക് പോകുന്ന സീപോർട്ട് റോഡ് സന്ധിക്കുന്ന ആ ജംഗ്ഷൻ, അതിന് വള്ളത്തോൾ ജംഗ്ഷൻ എന്നും പറയാറാണ്. അവിടെ സ്വാഭാവികമായിട്ടും ബ്ലോക്കുണ്ട്. അതിന് ഒരു നിർദ്ദേശം, ഒരു അഭിപ്രായ രൂപേണ ബന്ധപ്പെട്ട അധികാരിയോട് അറിയിക്കണം. അത് ഞങ്ങളുടെ സംഘമുണ്ട്, നോ ട്രാഫിക് സോറി ഞങ്ങളുടെ സംഘടനയാണ്. ആ സംഘടന പറയുന്നത്, ഇപ്പോൾ പിന്നീട് പുക്കാട്ടുപടി ഭാഗത്ത് വരുന്ന വാഹനങ്ങൾ ഇപ്പം നേരെ ഈ ജംഗ്ഷനിൽ നിന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞാണ് HMD ഭാഗത്ത് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സൈഡ് ബ്ലോക്ക് ചെയ്ത് വരുന്നു. അതൊന്ന് ഒഴിവാക്കിയാൽ അവിടുത്തെ ആ ക്രോസിങ് ഒഴിവാക്കാം. അതെങ്ങനെ ഒഴിവാക്കാൻ പറ്റും? പുക്കാട്ടുപടി ഭാഗത്ത് വരുന്ന വാഹനങ്ങൾ മുഴുവനും ഈ വള്ളത്തോൾ നഗറിൽ ക്രോസ് ചെയ്യാതെ നേരെ കുറച്ച് മുൻപിലേക്ക് പോന്നിട്ട് അവിടെ റൈറ്റിലേക്ക് ഒരു ടേൺ ഉണ്ട്, ടേൺ ഉണ്ട്. അത് ഒന്ന് പോകുന്ന ടോളിലേക്ക് പോകുന്നു, ഒന്ന് ടേൺ എടുത്ത് HMDക്കോ കളമശ്ശേരിക്കോ പിന്നെ ഈ പുക്കാട്ടുപടിക്കോ പോകാം. അങ്ങനെ തിരിച്ചു വിട്ടാൽ, അത് തിരിച്ചു വിട്ടിട്ട് നമ്മളിപ്പോൾ എടപ്പള്ളി ടോളിൽ ഉള്ളതുപോലെ അല്ലെങ്കിൽ തമ്മനം പുല്ലപ്പടി റോഡിലുള്ളതുപോലെ ടേൺ സമ്പ്രദായം വച്ചാൽ അവിടെ ക്രോസിങ് ഒഴിവാക്കാം. അത് ഒരു വഴിയാണ്. മറ്റൊരു വഴി കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്താൽ അത് അവിടെയും ക്രോസ് ചെയ്യാതെ നേരെ ഭാരതമാത കോളേജിലേക്ക് മുൻപ് റൈറ്റിലേക്കൊരു റോഡുണ്ട്. അത് പോകുന്നത് ടോൾ ജംഗ്ഷൻ ജഡ്ജിമുക്കിലേക്കാണ്. ആ ജഡ്ജിമുക്കിലേക്ക് അവിടെ തിരിഞ്ഞ് നേരെ ജഡ്ജിമുക്കിൽ വന്നിട്ട് പിന്നെ സീപോർട്ട് റോഡിൽ കയറി നേരെ HMD ഭാഗത്ത് പോകാം. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, അങ്ങനെ വരുമ്പോൾ ഈ ടോളിൽ നിന്ന് വാഹനങ്ങൾ ജഡ്ജിമുക്ക് സ്കൂളിൻ്റെ അവിടെ റൈറ്റിലേക്ക് ടേൺ ഒഴിവാക്കി നേരെ സീപോർട്ട് റോഡിൽ കയറിയിട്ട് റൈറ്റ് എടുത്ത് കാക്കാട് ഭാഗത്തേക്ക് പോകാം. അതൊക്കെ ശ്രദ്ധിക്കുന്ന കാര്യമാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഭാരതമാത കോളേജിന് മുൻപിൽ വരുന്ന റോഡ് നേരെ ടോളിൽ ജഡ്ജിമുക്കിലേക്ക് വരുമ്പോൾ ഒരു 1 വേ കിട്ടും, അവിടെയും ക്രോസിങ് ഒഴിവാകും. അങ്ങനെ കുറച്ചുകൂടിയൊക്കെ പരിഷ്കരണ രീതിയിൽ ചെയ്യാൻ വേണമെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക നല്ലതാണ്. ഇപ്പോൾ HMDയിലെ അതൊക്കെ ഞങ്ങളാണ് ഇത് ആദ്യമായിട്ട് പറഞ്ഞത്. അങ്ങനെ ശ്രമിക്കാം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കണം. ഇത് നമ്മൾ പറഞ്ഞ സംഘടന മുതൽ നോൺ ഒഫീഷ്യൽ ട്രാഫിക് റിഫോം ഏജൻസി എന്നാണ്, നോട്ട. ഒരിക്കൽ കൂടി പറയാം, നോൺ ഒഫീഷ്യൽ ട്രാഫിക് റിഫോം ഏജൻസി, നോട്ട എന്ന പേരിൽ ആണ് സംഘടന. അവരുടെ നിർദ്ദേശമാണ്. ഇങ്ങനെ പല നിർദ്ദേശങ്ങൾ ഇനി വന്നുകൊണ്ടിരിക്കും. ഓക്കെ. മറ്റൊന്ന്, ഇപ്പോൾ പാറ്റയുടെ സമരം നടന്നു, ഭാഗികമായിട്ട് അത് വിജയിച്ചു, മന്ത്രി രാജിവെച്ചു, പുതിയ ആൾ ചാർജ് എടുത്തു, അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ആ സമരത്തിന് അനുകൂലമായി നമ്മുടെ ശ്രീമാൻ മോഹൻലാലിൻ്റെ
വിസ്മയ മോഹൻലാൽ ആ കുട്ടികൾക്ക് അനുകൂലമായിട്ട് പറഞ്ഞതിൻ്റെ പേരിൽ മോഹൻലാലിലൂടെ എല്ലാവരും വാണി കൊടുക്കുകയാണ്. അത് ശരിയല്ലല്ലോ, അതങ്ങനെ പറയുന്നത് എന്നൊക്കെ. അത് അവർ പറഞ്ഞ പോയിന്റ് വേറൊന്നുമില്ല. അവിടെ കാശ്മീരിൽ ഒരു അക്രമം ഉണ്ടായിട്ട് അവിടെ പേര് ചോദിച്ച് വെടിവെച്ച് കൊന്നൊക്കെയാണ് പറയുന്നത്. ആ സംഭവത്തെ തെരുവിൽ തെറ്റും നമ്മൾ പറയുന്നില്ല. പക്ഷെ അവിടെ നമ്മൾ ഇതൊരു മനഃശാസ്ത്ര കൂട്ടായ്മ കൂടി നമ്മുടെ സംശയം ഇതാണ്. ഏതാണ്ട് പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്ന് കാശ്മീരിൽ കണ്ട് 20ഓളം ചെക്ക് പോസ്റ്റുകൾ ഉണ്ടാണ്. 20ഓളം ചെക്ക് പോസ്റ്റുകൾ. ഈ 20ഓളം ചെക്ക് പോസ്റ്റിൽ കടന്ന് അതെല്ലാം നിയന്ത്രിത കേന്ദ്ര ഗവൺമെന്റ് നമ്മുടെ ആഭ്യന്തര ഉപയോഗമാണ്, പട്ടാളമൊക്കെ ആണല്ലോ. ഈ 20ഓളം ചെക്ക് പോസ്റ്റ് കടന്ന് ഈ ഭീകരന്മാർ എങ്ങനെ കാശ്മീരിലേക്ക് അറ്റത്തെത്തി എന്നുള്ളതാണ്. അത് കാണിച്ചത്. അപ്പോൾ എതിർക്കാം. ഇപ്പോൾ RSS അനുകൂലികൾ അവർക്ക് അനുകൂലം പറയും, BJP അനുകൂലം അവർക്ക് അനുകൂലം പറയും, കോൺഗ്രസ് അനുഭാവികൾ അവർക്ക് പറയും. ഇതൊക്കെ സ്വാഭാവികമാണ്. ഇപ്പോൾ ഇന്നൊരു സക്കീർ എൻ്റെ ഒരു മലപ്പുറത്തേന് കാക്കച്ചിറക്കുണ്ട്. അവർ RSS എന്തോരം വാദിക്കട്ടെ, അവരും പണം വാങ്ങിച്ചിട്ട് വാദിക്കാൻ വേണ്ടി അത് അവരും കടമയാണ്. ശവപ്പെട്ടി വിൽക്കുന്നവന് ശവം ഉണ്ടാവണം. അതുപോലെ അവരെ സംബന്ധിച്ച് RSS അനുകൂലമായിട്ട് പറയാമെന്നുള്ള അവൻ്റെ പണി. അത് അവൻ്റെ പണി ചെയ്യട്ടെ, അത് കുറ്റപ്പെടുത്തണ്ട. ഇപ്പോഴത്തുള്ള മറിച്ചും പറയട്ടെ, അതും കുറ്റപ്പെടുത്തണ്ട. പക്ഷേ മോഹൻലാലിനെ പോലെയുള്ള നടൻ്റെ വിസ്മയ എന്നൊരു പെൺകുട്ടി, ആ കുട്ടി വലിയ രാഷ്ട്രീയക്കാരി, വലിയ ദേശീയ നേതാവൊന്നുമല്ല, സാധാരണ ഒരു പെൺകുട്ടിയാണ്. ആ കുട്ടിക്ക് പോലും ഇന്ത്യയിലെ ഇപ്പോഴത്തെ അവസ്ഥയുടെ അപകടം മനസ്സിലാക്കിയിട്ട് അത് സപ്പോർട്ട് ചെയ്തെങ്കിൽ നമ്മൾ ബുദ്ധിയുള്ളവരും കഴിവുള്ളവരും നീതിമാന്മാരും ആ കുട്ടിയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. വക്രബുദ്ധി കാണിക്കല്ല. ഇന്ന് നമ്മുടെ മാത്യു സാമ്പുൽ പറഞ്ഞ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ പറയാൻ പാടില്ല, എന്നാലും നിവർന്ന് നിന്ന് വഴിവിടാൻ പോലും കഴിവില്ലാത്ത TG മോഹൻദാസിനെ കുറിച്ച്. അത്ര ചോദിച്ച ആരോഗ്യമില്ലാത്ത ആളാണ്, വയസ്സ് വൃദ്ധരായി. അദ്ദേഹമാണ് അങ്ങോട്ട് ഞാനാണെങ്കിൽ അവിടെ അവരെയൊക്കെ വെടിവെച്ച് കൊല്ലുമെന്ന് പറഞ്ഞത്. അത് പുള്ളിയെ സൂചന അറിയുമോ? തിയാൻമൻ സ്ക്വയർ ഉണ്ടായി ചൈനയിൽ, അവിടെ 1 ലക്ഷം കുട്ടികളെ ചൈനക്കാർ വെടിവെച്ചു വന്ന്. അതോ ചൈനയൊക്കെ കമ്മ്യൂണിസ്റ്റ് രാജ്യത്തിലേക്ക് ഏകാധിപത്യ രാജ്യം പോലെയാണ്, കമ്മ്യൂണിസ്റ്റ് ഏകാധിപത്യമാണുള്ളത്. ഇന്ത്യ ഒരു മതേതര ജനാധിപത്യ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കാണ് സർ. അതിലിപ്പോൾ മാത്യു സാമ്പുലിന്റെ വീണ്ടും പറയും, മാത്യു സാമ്പുൽ ആദ്യം അവർക്ക് അനുകൂലമായിരുന്നു. ഇപ്പോൾ കാര്യം മനസ്സിലാക്കിയപ്പോൾ ഏതായി തുടങ്ങി. കേവലം ഇന്ത്യൻ ജനസംഖ്യയിൽ 1% പോലും ഇന്നും ഇല്ല RSSകാർ. ആ 1% പറയുന്ന വൃത്തികേടുക്കും അനീതിക്കെതിരെ ഇന്ത്യ മഹാരാജ്യം നിൽക്കണമെന്ന് പറഞ്ഞാൽ അത് ഇമ്പോസിബിൾ, നടക്കാൻ സാധ്യയില്ലെന്ന് ഈ സമരത്തോട് മനസ്സിലായല്ലോ. പക്ഷെ ആ സമരത്തിന് ആ കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്ത ഒരാളെ യു പിയിൽ യോഗിയുടെ പോലീസ് എന്തോ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചോദ്യം ചെയ്യട്ടെ, ചോദ്യം ചെയ്യാന്ന് പറയാൻ പറ്റില്ല. രാജ്യത്തിൻ്റെ ഭരണകർത്താക്കൾക്ക് ചോദ്യം ചെയ്യാനും തെറ്റൊന്നുമല്ല. അപ്പോൾ അങ്ങനെ രാജ്യം അരാജകത്വത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് 90,000 സ്കൂളെ പറ്റി കൂട്ടിയപ്പോൾ യോഗിയുടെ നമ്മുടെ യു പിയിൽ 152 പരീക്ഷാ കേന്ദ്രങ്ങൾ പരീക്ഷാ രീതി തെറ്റുപറ്റിയിട്ടുണ്ട്. എത്ര കോടി കുട്ടികൾക്ക്, എത്ര ലക്ഷം കുട്ടികൾക്ക് അതുകൊണ്ട് ആപത്തുണ്ടായിട്ടുണ്ട്, എത്ര പേര് മരിച്ചിട്ടുണ്ട്. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ അതിന് ഇന്നൊരു വിലയുണ്ട്, അത് മഹത്വം തന്നെയാണ്. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. ഈ ലോകത്തെ ഏറ്റവും വലിയ പഴക്കമുള്ള രാജ്യം അമേരിക്കയാണെങ്കിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം. ആ ജനാധിപത്യ രാജ്യത്തെ 1% താഴെ മാത്രം RSS മെമ്പറില്ല, RSS അല്ലെങ്കിൽ അണികളുള്ള ഒരു സംഘം അല്ലെങ്കിൽ സംഘടന ഇല്ലല്ലോ, നോട്ട് രജിസ്റ്റേർഡ്. അപ്പോൾ സംഘടന പറയാൻ പറ്റില്ല, ഒരു ഗ്രൂപ്പ് വേണമെങ്കിൽ പറയാം. ഒരു ഗ്രൂപ്പ് ശ്രമിച്ചാലൊന്നും ഹിന്ദു രാഷ്ട്രമാക്കാനും പറ്റില്ല, ഇന്ത്യയെ ഹിന്ദുത്വവൽക്കരിക്കാനും പറ്റില്ല. നോട്ട് ഇമ്പോസിബിൾ. ഇപ്പം മനസ്സിലായില്ലേ? മോഡിക്ക് തെറ്റുപറ്റി, മോഡിക്ക് ഭരണകൂടം തെറ്റുപറ്റി. ഇപ്പോൾ അടുത്ത രഹസ്യം മനസ്സിലായവർക്ക് ഗഡ്കരി അടുത്ത് പ്രധാനമന്ത്രിയാകാൻ സാധ്യതയുണ്ടെന്ന് കണ്ടപ്പോൾ BJP തന്നെ ഒരു വിഭാഗം അദ്ദേഹത്തിനെതിരെ വലിയ സന്നാഹമാണ്, ആരോപണങ്ങൾ. ഈ 20 ഇതില്ല, പെട്രോൾ ചേർന്ന സാധനം കരിമ്പ് കമ്പനിയെ മുഴുവൻ അവരെയാണ്, അതിന് ലാഭം മുഴുവൻ അവർക്ക് കിട്ടും. ഇനിയിപ്പോൾ എന്തുപറ്റും? പണ്ടൊരിക്കൽ അമേരിക്കയാണ് ബ്രിട്ടനാണെന്നറിയില്ല, ഈ ഗോതമ്പിൽ നിന്ന്
ഒരു ഓയിൽ എടുത്തതിൻ്റെ പേരിൽ ഗോതമ്പിനില്ലാതെ ഗോതമ്പിൻ്റെ മാവ് അല്ലെങ്കിൽ പൊടി കിട്ടാതെ ഭയങ്കര ദാരിദ്ര്യം വന്നു. അപ്പോൾ ഇന്ത്യയിൽ ഇപ്പോഴത്തെ ഈ ഗോതമ്പിൽ നിന്ന് എടുക്കുന്ന സാധനമാണ് ആ ഇതയിൽ നിന്നുണ്ട്. അതാണ് ഇവിടെ പെട്രോൾ ചേർക്കുന്ന ഉൽപ്പന്നം. ഇനിയിപ്പോൾ പഴയ സ്റ്റോക്ക് ഉള്ളതുകൊണ്ട് ഒരു 5-6 മാസം കഴിഞ്ഞാൽ പഞ്ചസാര കിട്ടും. 5-6 മാസം കഴിഞ്ഞാൽ പഞ്ചസാരയും ചക്കരയും ഇല്ലാതെ വരും. കാരണം പ്രൊഡക്ഷൻ മുഴുവൻ ഈ പെട്രോൾ ചേർക്കാൻ സാധ്യത ഉണ്ടാക്കാണ്. അത് ഇവിടുത്തെ ഈ ഗഡ്കരിയുടെ വലിയ കമ്പനിയാന്ന് പറഞ്ഞത്. അത് കൂടാതെ ഗഡ്കരി മഹാരാഷ്ട്രയിൽ എത്ര അവിടുത്തെ ജലസേന വകുപ്പ് നേതൃത്വത്ത് എത്രായിരം കോടി രൂപയുടെ അഴിമതി ചെയ്തിരിക്കുന്നതാണ്. എത്രായിരം കോടി രൂപയുടെ. അത് അവിടെ അജിത് പവാറാണ് ഒന്ന് പിന്നെ ഗഡ്കരി കൂടിയാണ് പങ്കിട്ടിരുന്നത്. അപ്പോൾ കക്കാൻ വേണ്ടി മാത്രമാണ് ഇന്നത്തെ രാഷ്ട്രീയക്കാർ. ഇപ്പം പ്രതിപക്ഷം ഇന്ത്യയിൽ 10-12 വർഷമായില്ല ഇപ്പം മോഡിക്കെതിരെ തുടങ്ങിയിട്ട് ഒരു പേരിൽ അനക്കാൻ പറ്റുമവർക്ക്. ഒന്നുമില്ലാത്ത, രജിസ്ട്രേഷൻ ഇല്ലാത്ത, സംഘടന സ്വാതന്ത്ര്യമില്ലാത്ത ആ വിദ്യാർത്ഥികളും യുവജനങ്ങളും ചേർന്നപ്പോൾ മോഡിയെ മുട്ടുകുത്തില്ലേ, അമിത്ഷായെ മുട്ടുകുത്താൻ പോകണം. എന്തേ നമ്മുടെ പിന്നെ രാഹുൽ ഗാന്ധിയും ഇപ്പോൾ പിന്നെ UP അവരൊക്കെ ഉണ്ടല്ലോ പ്രതിപക്ഷ നേതാക്കളായിട്ട്. ഇന്നിപ്പോൾ നമ്മുടെ ആസാംകാരനല്ല, മറ്റേ ആന്ധ്രക്കാരൻ ആ സുൽത്താൻ പറഞ്ഞില്ലേ, അവസാന കൈയാണ്. BJPയെ താഴെ ഇറക്കാനുള്ള അവസാന ഘട്ടമാണിപ്പോൾ. ഏതാണ് ശരി? ഈ ഘട്ടത്തിലെങ്കിലും നിങ്ങൾ എല്ലാവരും യോജിച്ച് നിൽക്കണം. മുലായം സിംഗിന്റെ മകനെ അഖിലേഷ് യാദവ് അയാളെ തൊടൂല്ല. കോൺഗ്രസ്സുകാർ ആസാമിലേക്ക് ആക്കാൻ തൊടൂല്ല. ഇവിടെ കോൺഗ്രസ്സുകാരെ അഖിലേഷ് യാദവേ ലോകത്തെ ഏറ്റവും വലിയ ഭീകരവാദ വർഗീയ സംഘടന RSS ആണ്. ലോകം മുഴുവൻ, അമേരിക്കയുടെ ലോകം മുഴുവൻ അംഗീകരിച്ചു. ഇവിടെ കോൺഗ്രസ്സുകാർക്ക് RSS ആയിട്ട് രഹസ്യ താഴെ ഉണ്ടാക്കാനും അഖിലേഷ് താഴെ ഉണ്ടാക്കാനും വലിയ കുഴപ്പം കാണുന്നില്ല. പക്ഷേ സുൽത്താനെ ഉവൈസി ഒരു മുസ്ലിം നാമധാരി ആയതുകൊണ്ട് താടി തൊപ്പികളുണ്ട് അയാളെ മുന്നിൽ ചേർക്കാൻ പറ്റില്ല. ആസാമിലൊരു മുസ്ലിം പാർട്ടിയുണ്ട്, അവർ ചേർക്കാൻ പറ്റില്ല. എങ്ങനെയാണോ പിന്നെ ഇവർ താഴെ ഇറക്കുന്നത്? അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവേട് നിങ്ങൾ തെളിയിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞില്ലേ 541 സീറ്റുള്ള ഇന്ത്യൻ പാർലമെന്റിലേക്ക് ഈ ലീഗിൻ്റെ കാലിൻ്റെ അടിയിൽ വന്ന് ജയിച്ച് കോൺഗ്രസ് നേതാക്കൾ ചെയ്തപ്പോൾ ഇന്ത്യയിലെ പ്രതിപക്ഷ നിഷ്പക്ഷപാർട്ടികൾ, പ്രത്യേക യുവാക്കളും വിദ്യാർത്ഥികളും, കോളേജ് സ്റ്റുഡൻറ്റ് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളാണ്. അവരാണ് ലോകത്ത് നയിക്കുന്നതും നിയന്ത്രിക്കുന്നതും. അവരാണ് അടിസ്ഥാന വർഗം. ബുദ്ധിയുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, ആരോഗ്യമുണ്ട്, ചെറുപ്പമാണ്. അവർ തീരുമാനിച്ചു ഇനി ഇവരെ കൊണ്ട് മാത്രം നടക്കൂല, അവർക്ക് നമ്മൾ സപ്പോർട്ട്, ഇവർ പുഷ് ചെയ്യുക. അങ്ങനെ പുഷ് ചെയ്താണ് അവരെ തുടങ്ങിയത്. അവസാനത്ത് ഏതാണ്ട് ഒരു ഘട്ടം വിജയം വന്നപ്പോൾ പ്രതിപക്ഷ രാഹുൽ ഗാന്ധിയൊക്കെ ചാടി വീണ് അതിനെ ഏറ്റെടുക്കുക. ആയിക്കോട്ടെ, ഈ ഒരു ബുദ്ധി രാഹുൽ ഗാന്ധിക്ക് ഒരു 10 വർഷം മുമ്പ് തുടങ്ങിയതെങ്കിൽ, ഈ അഖിലേഷ് തുടങ്ങിയതെങ്കിൽ ഇത്രയും പ്രയാസപ്പെടുന്ന നാണം കെടില്ലായിരുന്നു. ആ ബുദ്ധി എന്താണ് പറഞ്ഞ മനസ്സിലാവോ? അതാണ് ജയപ്രകാശ് നാരായൺ ചെയ്ത കാര്യം. എത്രയോ മണ്ട ശിരവും എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ മൊയ്തീൻ ഷാ പറയുന്നല്ല, ഷാ വിഷൻ പറയുന്നല്ല, ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ പറയുന്നല്ല, ജയപ്രകാശ് നാരായൺ പറഞ്ഞ കാര്യമാണ് പറഞ്ഞത്. ആ ജയപ്രകാശ് നാരായൺ എന്താ പറഞ്ഞത്? കോൺഗ്രസ് ഒഴിച്ചു ബാക്കി എല്ലാവരും ചേർത്ത് ഒരു പ്രസ്ഥാനം ഉണ്ടാക്കി. ആ പ്രസ്ഥാനമാണ് മുന്നണിയില്ല, ആ പ്രസ്ഥാനമാണ് ജനതാ പാർട്ടി എന്നുണ്ട്. ആ ജനതാ പാർട്ടി ഉണ്ടാക്കിയപ്പോൾ അദ്ദേഹം 2 കാര്യം പറഞ്ഞു. ഒന്ന്, പാർട്ടി ഉണ്ടാക്കി കോൺഗ്രസ് ഒഴിച്ചു ബാക്കി എല്ലാവരും ഉണ്ടാവും. മറ്റൊരു, ഞാൻ ഒരു സ്ഥാനം വഹിക്കില്ല. അങ്ങനെ പറഞ്ഞിട്ട് അവർ ഏതാണ്ട് വർഷങ്ങൾക്കുള്ളിൽ ഇന്ത്യയിൽ പ്രധാനമന്ത്രി ആക്കിയില്ലേ ജനതാ പാർട്ടി? വർഷങ്ങളും ഭരിച്ചില്ലേ? എന്ത് നിങ്ങൾക്ക് സംഭവിച്ചില്ല? BJP ഒഴിച്ചു ബാക്കി എല്ലാവരും ഒരുമിച്ച് നിർത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. അവിടെയാണ് നിങ്ങളുടെ കഴിവേടും നിങ്ങളുടെ അഹങ്കാരവും ധിക്കാരവും വൃത്തികേടും.
രാഹുൽ ഉൾപ്പെടെ, അഖിലേഷ് ഉൾപ്പെടെ ഇന്ത്യയിലെ എല്ലാ പ്രതിപക്ഷ പാർട്ടി പറയണം. അല്ലാതെ രാഹുലിന് മാത്രമല്ല, രാഹുൽ മെയിൻ പറയുന്ന അദ്ദേഹം നേതാവ്, അവൻ്റെ പ്രതിപക്ഷ നേതാവായതുകൊണ്ട്. ഇപ്പോഴും നിങ്ങൾക്ക് BJP ചോദിച്ച് ബാക്കി എല്ലാം ചേർത്ത് നിർത്താൻ പറ്റുന്നുണ്ടോ? പറ്റുമോ നിങ്ങൾക്ക്? എന്താണ് സംഭവിക്കുന്നത്? ഞങ്ങളിത് പറയുമ്പോൾ ഞാൻ പറയും, എനിക്ക് ഈ നായർ സമുദായത്തിലോ ക്രിസ്ത്യൻ സമുദായത്തിലോ മറ്റ് ഹിന്ദു സമുദായത്തിലോ മുസ്ലിം സമുദായത്തിലോ ഒന്നും ഒരു ഇഷ്ടക്കുറവുമില്ല, പ്രത്യേകിച്ച് താല്പര്യമില്ല. നീതിയുടെ പക്ഷത്ത് മാത്രമാണ്. ഇപ്പോൾ ഇത് UDF വന്ന, കേരളത്തിൽ UDF വന്ന 3 നായർ, 3 പേര് സംഘപരിവാദികൾ. കേസ് വേണം, സംഘപരിവാദി അത്ര മോശമൊന്നുമില്ല. രമേശ് കൊണ്ട് തെളിവാണല്ലോ ഇപ്പോൾ ഇവിടെ ഓരോ പ്രവർത്തനം. രമേശിന് ഉണ്ടെന്ന് തെളിയിച്ച കാര്യമാണ്. കാരണം അൻവറിൻ്റെ വിഷയത്തിൽ സതീശൻ എടുത്ത തീരുമാനമുള്ളൂ. സാധാരണ ഒരു മനഃശാസ്ത്ര വിദ്യാർത്ഥികൾക്കോ ഒരു ഫിലോസഫിസ്റ്റുകൾക്കോ സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും സതീശൻ അതിൽ സംഘി കളിച്ചെന്നുള്ളത്. ഇപ്പം ഇത് വ്യക്തമായിട്ട് വരല്ലേ. സംഘി അത് ചിന്ത മാറ്റിയൊന്നും സതീഷിന് പ്രവർത്തിക്കാൻ പറ്റില്ല, രമേശിനും പറ്റില്ല, പിന്നെ വേണുഗോപാലിനും പറ്റില്ല. അത് കുറ്റം പറയാനും പറ്റില്ല. BJP സംഘി അതൊരു വികാരമാണ്, പ്രത്യേകിച്ച് സവർണ വിഭാഗത്തിൻ്റെ. ഇന്ത്യയിൽ സവർണ വിഭാഗത്തിൻ്റെ വികാരമാണ് ഈ RSS എന്നുള്ളത്. അവർക്ക് അല്പം സ്വല്പം സഹായം ചെയ്ത് കൊടുക്കും. ഈ മോഹൻലാൽ വരും RSSന് ലെവി കൊടുക്കുന്ന ആളാണ്. അതുകൊണ്ട് മോഹൻലാൽ RS പറയാൻ പറ്റില്ല. അത് അവരുടെ ഒരു വികാരമാണ്, അവരുടെ സമുദായത്തിൻ്റെ കാര്യമാണ്. അത് ഞങ്ങൾ എതിർക്കുന്നില്ല, പക്ഷെ ജനങ്ങളെല്ലാം സമ്മതിക്കുന്നില്ല. ഇപ്പോൾ CPM എടുത്താലും ജനാധിപത്യ രീതിയിൽ ചിന്തിക്കുമ്പോൾ 100 വോട്ട് ചെയ്യുമ്പോൾ 1 വോട്ടാണ് നായർ വോട്ട് കിട്ടുന്നത് UDFന്. ഏതാണ് അത്ര തന്നെയാണ് LDFനും കിട്ടുന്നത്. 100 വോട്ട് ചെയ്യും 1 വോട്ട് കിട്ടുന്നത്. അങ്ങനെയുള്ള വിഭാഗം എന്താണ് ഇപ്പോൾ LDFന്റെ കൺവീനറാക്കാൻ പോകുന്നത് P. രാജീവിനെയാണ്. രാജീവ് വ്യക്തമായിട്ടൊരു കുഴപ്പമില്ല, മാന്യായ രാഷ്ട്രീയക്കാരനാണ്, ഒരു കുഴപ്പമില്ല, ഞാൻ കുറ്റപ്പെടുത്തല്ല, എനിക്ക് എൻ്റെ ചെറിയ സുഹൃത്തു കൂടിയാണ്. പക്ഷേ ഇലക്ഷനിൽ വോട്ടാണ് പ്രധാനമെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റുകാരിപ്പോൾ ഈ ബാലഗോപാലിനെയും പിണറായി വിജയനെയൊക്കെ ആക്കി വിജയം കൊണ്ട് എല്ലാം കളഞ്ഞില്ലേ. കമ്മ്യൂണിസ്റ്റ് തകർത്ത്, കുടുംബം തകർത്ത്, ആ വീണ മകളെയും തകർത്ത് നശിപ്പിച്ചു കളഞ്ഞു. മനുഷ്യ, എന്തെങ്കിലും സാമാന്യ ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യണോ? ഒരു മുഖ്യമന്ത്രിക്ക്, ഒരു സംസ്ഥാനത്തിൻ്റെ CPMന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് എത്ര കോടി ഉണ്ടാക്കാൻ ഇതൊന്നും ഇല്ലാതെ ചെയ്യാൻ പാടില്ലേ? ഒരു കുഞ്ഞൂലും അറിയാതെ വെണ്ണയിൽ നൂല് വലിക്കും പോലെ അത്ര സ്മൂത്തായിട്ട് നിങ്ങൾക്ക് കോടികൾ ഉണ്ടാക്കാം. ആരും അറിയില്ല, കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെറ്റപ്പിന്. എന്നിട്ട് ഈ നാണക്കേട് ചെയ്ത കാര്യമുണ്ടോ? അതല്ല പറ്റിയത്. ഞാൻ പറയില്ല, ഈ മലം തിന്ന RSS പിടിച്ചത് ചെല്ലണോ? അതുപോലെയാണ്. നിങ്ങൾക്ക് അഴിമതി ചെയ്യാൻ കുഴപ്പമില്ല, അറിയാതെ വെണ്ണയിൽ നൂല് വലിക്കും പോലെ നിങ്ങൾക്ക് സ്മൂത്തായിട്ട് ഒരു CPMന്റെ സംസ്ഥാന സെക്രട്ടറി വിചാരിച്ച് എത്ര കോടി ഉണ്ടാക്കാൻ പറ്റും ആരും അറിയില്ല. നിങ്ങളുടെ വീട്ടിലെത്തും, ഒരു CM വിചാരിച്ചെത്തും. പിന്നെ ഈ നാണക്കേട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അയച്ചു കൊടുത്ത, പിന്നെ ഊതാതെ പോലും കുടിക്കാൻ താല്പര്യമുള്ളതാണ് ഈ കറുത്ത കുർത്തയൊക്കെ. സവർണന്മാരാണ്, ആദ്യമാണ്, പിന്നെ പണക്കാരുമാണ്. പണക്കാരൊന്നും കമ്മ്യൂണിസ്റ്റ് അനുഭാവി ആവില്ലല്ലോ, സ്വാഭാവികമായിട്ടും. സവർണ വിഭാഗം ആവില്ല, കാരണം സോഷ്യലിസ്റ്റിൽ ഞാൻ പറഞ്ഞില്ലേ, ഹെഡ് കോൺസ്റ്റബിൾ മുതൽ മുകളിലേക്കുള്ള പോലീസുകാരൊന്നും സോഷ്യലിസ്റ്റ് ഇഷ്ടമല്ല. കാരണം അവർ സൗകര്യം കുറയാണ്, ആനുകൂല്യം കുറയാണ്. അതുപോലും മനസ്സിലാക്കാതെ അവരൊക്കെ കൂടിയല്ലേ. പിന്നെ സ്വപ്ന ഒരു പെണ്ണില്ലേ നിങ്ങളുടെ കൂടെ വന്നത്, അവളെ കൂടിയല്ലേ ഇപ്പോൾ നിങ്ങളെല്ലാം തകർക്കാൻ പോകുന്നത്. സതീശനും ഈ കർത്താവും മറ്റേ സ്വപ്നയും ഗിഫ്റ്റിയും എന്തോ എല്ലാ സവർണ വിഭാഗത്തിലെയും ആൾക്കാർ കൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകർക്കണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകർന്നാൽ പിന്നെ കേരളത്തിലെ രീതിയിൽ വരുന്ന ആരാണ്? ഈ സംഘപരിവാർ എതിർക്കാൻ ഈ 4 കോൺഗ്രസ് സാധിക്കുമോ? അല്ലെങ്കിൽ തങ്ങളെ കൊണ്ട് ലീഗുകാരെ കൂടെ സാധിക്കുമോ? അവരെ എതിർക്കണമെങ്കിൽ ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടൊക്കെ എതിർക്കണമെങ്കിൽ കമ്മ്യൂണിസ്റ്റിനെ വേണം. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകർത്ത് കാണാൻ ഇവിടെ ആൾക്കാർ കൊതിക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ ഒരിക്കലും കൊതിക്കുന്നില്ല. പക്ഷെ പിണറായി വിജയൻ നശിപ്പിച്ചോളൂ, ഓട്ടെ, എന്തോ ആവട്ടെ. അത് കഴിഞ്ഞപ്പോൾ രാജീവിന് അല്ലെങ്കിൽ ഗോപാലിന്, ബാലഗോപാലിന്, അപ്പോഴും നായരിൽ ഇത് താഴ്ത്തു ഇറങ്ങില്ല. ഇതെങ്ങനെയാണോ നിങ്ങൾ ഇന്ത്യയിൽ ഇനി വളർന്നത്? ഞാൻ കമ്മ്യൂണിസ്റ്റുകാർ വീണ്ടും ചോദിക്കുകയാണ്. നിങ്ങൾക്ക് വലിയ തത്വചിന്തകന്മാരും വലിയ വലിയ ഫിലോസഫിസ്റ്റുകളൊക്കെയാണ് കമ്മ്യൂണിസ്റ്റിൽ അരിച്ചു കഴിച്ച്. ഞങ്ങൾ കമ്മ്യൂണിസം പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷേ എങ്കിൽ സാമാന്യ ബുദ്ധി ചോദിക്കുകയാണ്.
നമ്മൾ മാവുവിനെ കാണാൻ പോയില്ല 64 കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അത് കമ്മ്യൂണിസ്റ്റ് പിളർന്നിന് ഒറ്റൊട്ടുമ്പാട്. അന്ന് 11 പൊളിറ്റ് ബ്യൂറോയിൽ 9 പേരും ബ്രാഹ്മിൻസ്, ഒരു കാക്കായും ഒരു നായരും, പിന്നെ ചോരൊന്നും വന്നിട്ടില്ല, ദളിതും വന്നിട്ടില്ല. അവൻ മാവ് ചോദിച്ചു, എടോ 2% മാത്രമുള്ള ബ്രാഹ്മിൻസെ കൂട്ടി എങ്ങനെ നിങ്ങൾക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റും ചോദിച്ചു. എടോ 64 വർഷം എത്രയായി? 64 പോയിട്ട് 46, 36, 50, 60 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരാൻ പറ്റുമോ? വിളർന്ന് പോയതല്ലാതെ ഒരു ഇന്ത്യയിലും വളരാൻ പറ്റുമോ? ഒന്നുമില്ലാത്ത 20 വർഷം കൊണ്ട് BJPയുടെ അധികാരത്തൊന്നും ഒറ്റക്ക് അധികാരത്തൊന്നുമില്ലേ? കോൺഗ്രസും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ലീഗരൊക്കെ പഠിക്കേണ്ടതാണ്. തെറ്റും കുറ്റമൊക്കെ ഉണ്ടാവില്ലെന്നല്ല, അവർ അക്കാര്യത്തിൽ സക്സസ് ആയി. നിങ്ങൾ സാധിച്ചോ? നിങ്ങൾക്ക് സാധിക്കേണ്ട കാരണം എന്താണ്? നിങ്ങൾ ഈ 2% ബ്രാഹ്മിൻസമുണ്ട്. മറ്റ് പേരിനെങ്കിലും മോഡി എന്നുകൊണ്ട് പിന്നോക്കനെ ലിസ്റ്റ് പറ്റി. വാസ്തവത്തിൽ പിന്നോക്ക ജാതിയല്ല, പക്ഷേ എങ്കിലും മുഖ്യമന്ത്രിയുടെ വിവേചനാധികാരം ഉപയോഗിച്ച് പിന്നോക്ക ലിസ്റ്റ് പെടുത്തി. അപ്പോൾ ഞങ്ങൾ അന്ന് പറഞ്ഞു പിന്നോക്ക ലിസ്റ്റ് മോഡി പഠിച്ചാൽ അത് രക്ഷപ്പെടും. കാരണം പിന്നോക്ക 90% വരുന്നതെല്ലാം കൂടി ആ 90% ഒരുമിച്ച് മൂത്രമൊഴിച്ച് പോകാനുള്ള ഈ 10% സവർണ വിഭാഗം. അതുപോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി മനസ്സിലാകില്ല. മാത്രമല്ല ഇപ്പോഴും രാജീവിന് അല്ലെങ്കിൽ ബാലഗോപാലിന് ഈ 23% ഈഴവരുള്ളതിൽ അവരിൽ മിടുക്കരായ, സത്യസന്ധരായ, ആത്മാർത്ഥമുള്ള, കാര്യശേഷിയുള്ള, വിദ്യാഭ്യാസമുള്ള, ചുറുചുറുക്കുള്ള ഒരു 40 താഴെയുള്ള ഒരാളെ വയ്ക്കാൻ ഇല്ല നിങ്ങൾക്ക്. 21% ഈഴവരുള്ളതിൽ 90% കമ്മ്യൂണിസ്റ്റ് അനുഭാവികളിൽ നിന്ന് ഈ പറഞ്ഞ യോഗികൾ ഒരാളെ കിട്ടില്ല നിങ്ങൾക്ക്. പിണറായി വിജയൻ വെച്ചല്ലോ. എടോ പിണറായി വിജയൻ നിങ്ങൾ 27ാമത്തെ വയസ്സിൽ MLA പിന്നെ സംസ്ഥാന സെക്രട്ടറി ഒക്കെ ആയതല്ലേ? AK അന്തോണി 27ാമത്തെ വയസ്സിലായിട്ട് മുഖ്യമന്ത്രി ആയതല്ലേ? ഈ രമേശ് 27ാമത്തെ വയസ്സിൽ മന്ത്രി ആയതല്ലേ? ഈ സതീഷിലേക്ക് എത്ര ചെറുപ്പത്തിൽ MLA ആയതാണ്? നിങ്ങൾക്ക് അങ്ങനെ ഈഴ വിഭാഗത്തിൽപ്പെട്ട് 40 താഴെയുള്ള അല്ലെങ്കിൽ 50 വയസ്സ് താഴെയുള്ള ഒരു മിടുക്കനായൊരു ആൾ നിങ്ങൾ വയ്ക്കാൻ പറ്റില്ലേ? വോട്ട് മുഴുവൻ എവിടെയല്ലേ എടുക്കുന്നത്? അത് ചിന്തിക്കുന്നില്ല. അപ്പോൾ നായർ വിഭാഗത്തിന് എല്ലാം അവർക്ക് കിട്ടണം. കോൺഗ്രസ് ആയാലും കിട്ടും, കമ്മ്യൂണിസ്റ്റ് ആയാലും കിട്ടും, BJPയിലാണല്ലോ. ഇതൊന്നും പാറ്റ എന്ന മുഖമില്ലാത്ത പാർട്ടിയായിരുന്നു, പാറ്റ സംഘടനയത്. മനസ്സിലായോ? മുഖം ഉണ്ടായതോടെ പാറ്റക്ക്. പാറ്റയുടെ മുഖം മനുഷ്യമുഖമല്ലല്ലോ. ആ മുഖമില്ലാത്ത ഒരു പ്രസ്ഥാനം ഏതാണ്ട് മാസങ്ങൾക്കുള്ളിൽ ഏതാണ്ട് ദിവസങ്ങൾക്കുള്ളിൽ ലോകത്ത് ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്ന മോഡിയെ താഴെ ഇറക്കിയാൽ മോഡിയുടെ ചിന്തയ്ക്ക് മാറ്റം വരുത്തിയ ആളാണ് ആ സംഘടന. അപ്പം നിങ്ങളുടെ ഈ 100 വോട്ട് ചെയ്യുമ്പോൾ ഒരു നായർ കൊണ്ടും അല്ലെങ്കിൽ ഒരു അതുകൊണ്ടും നടക്കാൻ പോകുന്നില്ല. അത് KCയിലും മനസ്സിലാക്കണം, രാഹുലാലും മനസ്സിലാക്കണം. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത്, ഇന്ത്യയിലെ പ്രതിപക്ഷം ചെയ്യേണ്ടത് ഇനിയെങ്കിലും BJP ഒഴിച്ചു ബാക്കി എല്ലാവരും ഒരുമിച്ചെടുത്ത് അതിൽ പാർഷ്വാലിറ്റി വേണ്ട. ഞാൻ പറഞ്ഞില്ല, ഏറ്റവും വലിയ തീവ്ര വർഗീയവാദികൾ, ഫാസിസ്റ്റുകൾ RSS ആണെന്ന് ലോകം അംഗീകരിച്ച കാര്യമാണ്. അവർ നിങ്ങൾക്ക് മുന്നിൽ ചേർക്കാം. പക്ഷേ ഈ മുസ്ലിം നേതാക്കൾ കൊടുത്താൽ ചേർക്കില്ല, ഒരു ദളിത് നേതാവ് കൊടുത്താൽ ചേർക്കില്ല. അതൊന്നും വേണ്ട. അങ്ങനെ അഭ്യാസം നിർത്തുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന മറുപടി വളരെ തീഷ്ണമായിരിക്കും, വളരെ വികാരപരമായിരിക്കും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് പാറ്റ പാർട്ടി. അതുകൊണ്ട് വേഷം കെട്ടും അഭ്യാസം എടുക്കാതെ നിങ്ങളെല്ലാം സാമാന്യ ബുദ്ധിയിൽ ചിന്തിച്ച് എല്ലാവർക്കും തുല്യനീതി, ഞങ്ങൾ പറഞ്ഞ് എല്ലാവർക്കും തുല്യനീതി അല്ലാതെ മുസ്ലിങ്ങൾ കൊടുക്കുന്നില്ല, തുല്യനീതി കൊടുക്കണം. അത് മുന്നോട്ട് പോയി രാഹുൽ ഗാന്ധിയിൽ ഏത് ഗാന്ധിയാണെങ്കിലും പ്രശ്നം വളരെ ഗുരുതരമാണ്. അത് ഇനിയെങ്കിലും മനസ്സിലാക്കുക. ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ. നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്. ഒരു കാര്യം ഞാൻ പറഞ്ഞു വിട്ടുപോയി, പറയാതിരിക്കാൻ പറ്റില്ലെന്നറിയോ? ഇപ്പോൾ കേരളം ഭരിക്കുന്നത് ആഭ്യന്തരമന്ത്രി രമേശാണ്. പണ്ട് കരുണാകരൻ ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രിയായിരുന്നു. ഈ കരുണാകരൻ ഭരണകാലത്ത് വൈറ്റ്ല ജംഗ്ഷനിൽ ഒരു ബാറുണ്ടായിരുന്നു. അന്ന് കോർപ്പറേഷനിലെ സിറ്റി കമ്മീഷണർ ശ്രീ ആൻ്റണിയാണ്. ആൻ്റണി എന്ന് പറഞ്ഞ ആൾ ആലുവക്കാരനാണ്. ആൻ്റണിയുടെ ആളായിരുന്നു ഈ പറഞ്ഞ ബാർ. അവർ അല്പം ആൻ്റണി കമ്മീഷണർ ആയത് ആൻ്റണി അദ്ദേഹമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആളെന്ന് പറയാം. അപ്പോൾ പോലീസ് കമ്മീഷണർ ഞങ്ങളുടെ കയ്യിലുള്ളപ്പോൾ ആര് ഭയപ്പെടാമെന്ന് ചോദിച്ചാൽ ഇയാൾ ഭയപ്പെട്ടില്ല. പക്ഷേ അവിടെ വൃന്ദാവൻ ഫ്ലാറ്റ് വന്നിട്ട് പുറകിലൊരു ഫ്ലാറ്റ് കൂടി,
അപ്പം അതിനകത്ത് കിടക്കണമെങ്കിൽ ഈ ബാർ കൊണ്ട് ലോറി കിടക്കും. ആ ലോറി കിടന്ന് അങ്ങനെ ബിൽഡിങ് പണിത് 14 കെട്ടാണ്. അത് കർണാടൻ്റെ മുരളിയൊക്കെ ആയിട്ട് ബന്ധമുള്ളതെന്ന് പറയും. അപ്പോൾ ആ വഴി കിടക്കുക 2 വണ്ടി കിടത്താലേ ഫയർഫോഴ്സിൻ്റെ അനുവാദം കിട്ടുള്ളൂ. അപ്പോൾ ഈ ബാർ ഈ കട ഇരിക്കുന്നത് 10-12 അടി വീതിയുള്ള മുറിയാണ്. അത് അപകടമാണ്. അത് കമ്മീഷണർ ഈ CT ആന്റണിയെ കരുണാകരൻ വിളിച്ചു ഡൽഹി ട്രിവാൻഡ്രത്ത് നിന്ന്. ഞാൻ CM കരുണാകരനാണ്. ഞാൻ എല്ലാ മാസവും 1-ാം തീയതി ഗുരുവായൂർക്ക് പോകുന്നത് അറിയാമല്ലോ. ഏതാണ്ട് 1 മണി 1-1:30 മണിയാവും. ശരി, 1:30 മണിക്ക് ഞാൻ വയറ്റിലെ ടച്ച് ചെയ്ത് പോകുമ്പോൾ അവിടെ ഒരു ഇഷ്ടി പോലും പാടില്ലാത്തത്. എന്നിട്ട് 8 മണിക്കായിട്ട് രാത്രി വൈകിട്ടായിട്ട് വിളിക്കുന്നത്. അപ്പോൾ അപ്പം തന്നെ പോലീസ് ഇടപെട്ട് ആ പണിക്കാരെ കൊണ്ടുവന്ന് രാത്രി എല്ലാം പൊളിച്ച് കളഞ്ഞില്ലേ. നേരെ വെളുത്ത് 10 മണിക്ക് ബാർ തുറക്കാൻ വേണ്ടി, ബാർ കടയാണ്, ബ്രാൻഡി ഷോപ്പാണ്, തുറക്കാൻ വേണ്ടി മുതലാളി വന്നപ്പോട്ട് അവിടെ താഴ് പോലുമില്ല, ക്ലീനാക്കി. ആ കേസ് ഇവിടെ പോയി. അവർ മുഖ്യമന്ത്രി വിചാരിച്ച പലതും നടക്കും, അല്ലെങ്കിൽ ആഭ്യന്തരം വിചാരിച്ച പലതും നടക്കും. അതുപോലെ ഇപ്പോൾ ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയാണ് അരിപ്പാടുന്ന സംഭവം. അദ്ദേഹം ചെയ്തൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. പക്ഷെ അതിൻ്റെ പുറകിലുള്ള ഒരു തുണിക്കടക്കാരൻ്റെ ആ ഫ്രണ്ടിൽ കട തീർത്ത് കളഞ്ഞു. പക്ഷേ അവിടെ പ്രതിപക്ഷം എല്ലാം കൂടി ഒന്നായി. പ്രതിപക്ഷം ഭരണപക്ഷമൊക്കെ അവിടെ ഒന്നായതിൻ്റെ പേരിൽ, യുവാക്കൾ ഇറങ്ങിയതിൻ്റെ പേരിൽ അത് പെട്ടെന്ന് കൊടുക്കാമെന്ന് പഞ്ചായത്ത്, ഹരിപ്പാട് പഞ്ചായത്ത് തീരുമാനിച്ചു. അങ്ങനെ പ്രശ്നം പരിഹരിച്ചു. ധിക്കാരം. ആറ്റിങ്ങലിൽ നിന്ന് ജംഗ്ഷനിലേക്ക് ഒരു ലോറി വന്ന് കയറി തകർന്നു പോയിട്ടുണ്ട്. അത് പിന്നെ വാഹന അപകടമാണ്. അപ്പോൾ നമ്മൾ ഈ കോൺഗ്രസ് ആഭ്യന്തരമന്ത്രിക്ക് അയക്കുമ്പോൾ ഇങ്ങനെ ചില സംഭവങ്ങൾ അവർ ചെയ്തു ഞാൻ പറയുന്നില്ല, ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഉണ്ടാകാൻ പാടില്ല എന്ന് രമേശ് ഉൾപ്പെടെ, മുഖ്യമന്ത്രി സതീശൻ ഉൾപ്പെടെ എല്ലാവരോടും ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് തന്നു. ജയ് ഹിന്ദ്. സ്ലോ കണക്ഷൻ.